നമസ്കാരം. ഭാരതം പ്രതിരോധത്തിൻ്റെ കാര്യത്തിലൊരു പുതിയ ചുവടുവെപ്പ് കൈക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള മാധ്യമങ്ങളൊന്നും വലിയ ആക്കിയില്ലെങ്കിലും ദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഈ പ്രതിരോധ സംവിധാനങ്ങളെ കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന, നമ്മുടെ പ്രതിരോധ മേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ ആ വാർത്ത പങ്കുവച്ചിരുന്നു. തത്വമൈ ന്യൂസും അത് കാർഡായിട്ടും വാർത്തകളായിട്ടും പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. വാർത്ത മറ്റൊന്നുമല്ല, മിസൈൽ സംവിധാനങ്ങളുടെ, അതായത് ബാലിസ്റ്റിക് മിസൈലോ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലോ അല്ല, പരമ്പരാഗത മിസൈൽ സംവിധാനങ്ങളുടെ ഈ ആകാശ് പോലുള്ള പ്രതലത്തിൽ നിന്ന് വായുവിലേക്കും പ്രതലത്തിൽ നിന്ന് പ്രതലത്തിലേക്കുമൊക്കെ തൊടുക്കാവുന്ന പരമ്പരാഗത മിസൈലുകളുടെ സാങ്കേതികവിദ്യ ഭാരതീയരായിട്ടുള്ള, അതായത് വിദേശ നിക്ഷേപങ്ങളൊന്നുമില്ലാതെ പൂർണ്ണമായും ഭാരതീയ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ കമ്പനികൾക്ക് കൈമാറി അവരുടെ സഹായത്തോടുകൂടി കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലിൻ്റെ കാര്യത്തിൽ വികസിപ്പിച്ചെടുക്കുവാനുള്ള ഒരു നടപടി കൈക്കൊണ്ടിരിക്കുകയാണ് ഭാരതം. ഈ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായിട്ട് പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് അതിന് അനുമതി നൽകി. മന്ത്രിസഭാ തലത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭ്യമായിരിക്കുന്നു. ഇനി മുതൽ DRDOയുടെ മിസൈൽ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് അഗ്നി കേമാൻ സീരീസ് അല്ലെങ്കിൽ ബ്രഹ്മോസ്, MRSAM, അതായത് വിദേശ രാജ്യങ്ങളുമായിട്ട്, റഷ്യ പോലുള്ള രാജ്യങ്ങളുമായിട്ട് സംയുക്തമായി നാം വികസിപ്പിച്ചെടുക്കുന്ന മിസൈലുകളും നമ്മുടെ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകളും അല്ലാത്ത പരമ്പരാഗത മിസൈലുകൾ, ആകാശാണെങ്കിലും അത്തരത്തിലുള്ള മിസൈലുകളെല്ലാം അതിൻ്റെ സാങ്കേതിക വിദ്യകൾ ഒരു കരാർ അടിസ്ഥാനത്തിൽ, കരാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലേലമുണ്ടാകും, ഒരു കോൺട്രാക്റ്റ് ബിഡ് ചെയ്യണം. അത്തരത്തിൽ വിജയിക്കുന്ന മന്ത്രിസഭയ്ക്കും പ്രതിരോധ മന്ത്രാലയത്തിനും സൈന്യത്തിനും ബോധ്യമാകുന്ന കമ്പനികൾക്ക് നൽകി അവരുമായി സംയുക്തമായി പുതിയ പുതിയ സംവിധാനങ്ങൾ ഈ മിസൈലുകളിൽ വികസിപ്പിച്ചെടുക്കുവാനുള്ള ഒരു രീതിയാണ് ഭാരതം കൈക്കൊള്ളുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ വലിയ എതിർപ്പുകൾ ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഉയരുവാൻ സാധ്യതയുണ്ട്. അഴിമതി ആരോപണങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അതെല്ലാം കേന്ദ്ര സർക്കാർ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അദാനി ഗ്രൂപ്പ് ഇതിൽ ഒരു സ്വകാര്യ കമ്പനിയാണ്. നിരവധി കമ്പനികളുണ്ട്. ചില കമ്പനികളുടെ പേര് ഞാൻ പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്താം. അദാനി ഡിഫൻസ് ഉണ്ട്, ഭാരത് ഫോർജ് എന്ന കമ്പനിയുണ്ട്, ഐക്കോം ടെലി എന്ന കമ്പനിയുണ്ട്, സോളാർ ഡിഫൻസ്. ഈ 4 കമ്പനികളാണിപ്പോൾ പ്രഥമ ശ്രേണിയിലുള്ളത് ഈ സ്വകാര്യ കമ്പനികളുടെ പട്ടികയിൽ. ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ കൈക്കൊള്ളുവാനായിട്ട് അല്ലെങ്കിൽ ഏറ്റെടുക്കുവാനായിട്ട് പ്രഥമ ശ്രേണിയിലുള്ളത് ഈ 4 കമ്പനികളാണ്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കമ്പനികൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചാൽ, അംഗീകാരം ലഭിച്ചാൽ അവർക്കും ഇതിൽ പങ്കെടുക്കാം. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വേണമെങ്കിലും ഇതിൽ പങ്കെടുക്കാം. പക്ഷേ കൃത്യമായിട്ടുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണമെന്ന് മാത്രം. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് അവർക്കും വേണമെങ്കിൽ പങ്കെടുക്കാം. പൂർണ്ണമായും ഭാരതീയമായിരിക്കണമെന്ന് മാത്രം. ചൈനയുടെ സാമ്പത്തിക നിക്ഷേപമൊന്നും ഉണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ നിബന്ധന. ഭാരതീയമായിരിക്കണം. സാങ്കേതിക വിദ്യ ഉപയോഗിക്കുവാനും അത് വികസിപ്പിച്ചെടുക്കുവാനുമുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ കഴിവും ഒരു യോഗ്യതയും ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ സ്വകാര്യവൽക്കരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാരതത്തിൽ പലപ്പോഴും അസ്വസ്ഥത പടരാറുണ്ട്. അതൊരു കമ്മ്യൂണിസത്തിൻ്റെ സ്വാധീനം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. ഒരു കാര്യം ചിന്തിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് ഇത്ര കാലം അഹങ്കരിച്ചിരുന്ന ഒരു പരിധിവരെ അത്യന്താധുനികമായിട്ടുള്ള ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും എല്ലാം സ്വന്തമായുള്ള അമേരിക്കയുടെ പോലും സൈനിക ശക്തിയുടെ നട്ടല്ല എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്വകാര്യ കമ്പനികളാണ്. അത് ലോക്കീഡ് മാർട്ടിൻ ആവട്ടെ, നോർത്തപ്പ് ഗ്രമൻ ആകട്ടെ, ബ്ലാക്ക് വാട്ടർ, അത് സ്വകാര്യ സൈനിക സംവിധാനങ്ങൾ, ഒരു സെക്യൂരിറ്റി കോൺട്രാക്ടേഴ്സ് എന്ന് പറയും. പ്രൈവറ്റ് സെക്യൂരിറ്റി കോൺട്രാക്ടേഴ്സാണ് എപ്പോഴും അമേരിക്കൻ പ്രതിരോധത്തിൻ്റെ, സൈന്യത്തിൻ്റെ, ഒരു സൈനിക ശക്തിയുടെ നട്ടല്ലെന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു വളർച്ച ഭാരതം ഇപ്പോൾ വിഭാവനം ചെയ്യുന്നുണ്ട് എന്ന് വേണം ഇത്തരത്തിലുള്ളൊരു നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇനി നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ആക്രമണ ശക്തിയും പ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഭാരതം ചരിത്രത്തിലാദ്യമായി വൻതോതിൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ആയുധ വിപണി ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ മറികടന്ന്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിപണി നിലനിൽക്കുന്നില്ല എന്ന ഒരു മൗഢ്യത്തിൽ ആർക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. സ്വിറ്റ്സർലാൻഡ് പോലുള്ള ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് അവരുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു ക്രമീകരണം കൊണ്ട് അത് സാധ്യമായേക്കാം. പക്ഷേ ഭാരതത്തെ പോലെ 140 കോടി ജനസംഖ്യയുള്ള വലിയ ശത്രുക്കൾ ചുറ്റുമുള്ള ഒരു രാജ്യത്തിന് ഇനി ആയുധ വിപണിയിൽ സ്വന്തം സ്വാധീനമുറപ്പിച്ച്
മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് പരമ്പരാഗത യുദ്ധരീതികളെല്ലാം മാറി ഡ്രോണുകൾ ഉപയോഗിക്കപ്പെട്ടു തുടങ്ങി. സൈബർ വാർഫെയർ വളരെ ശക്തമായി തുടങ്ങി. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള യുദ്ധം വരുംകാലങ്ങളിൽ വലിയ വിനാശശക്തിയുള്ള ആയുധങ്ങളായി മാറും എന്നുള്ള ഒരു മുൻകരുതലുകൾ ഭാരതത്തിന് കൈക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മിസൈലിൽ മാത്രം ഈ ഒരു സ്വകാര്യ കമ്പനികളുടെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു സംരംഭമായിരിക്കില്ല. അതിൽ മാത്രം ഒതുങ്ങില്ല അവരുടെ ഈ സംയുക്ത സംരംഭങ്ങൾ. ഇനി അങ്ങോട്ടേക്ക് സൈബർ വാർഫെയറിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും എല്ലാം ഇത്തരത്തിലുള്ളൊരു സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തം ഉണ്ടായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അമേരിക്കയാണ് ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണം. കാരണം കമ്മ്യൂണിസം കൊണ്ട് ഇത്തരത്തിലൊരു നേട്ടം നമുക്ക് കൈവരിക്കുവാൻ സാധിക്കില്ല. മുന്നോട്ട് നമ്മുടെ ആയുധ വിപണികളിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കിയേ മതിയാകുള്ളൂ. പക്ഷേ കേന്ദ്ര സർക്കാരിനോട് ഒരപേക്ഷ പോലെ നമുക്ക് മുന്നോട്ട് വയ്ക്കുവാനുള്ള കാര്യം, ഇത്തരത്തിൽ സ്വകാര്യ കമ്പനികൾ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അഴിമതി ആരോപണങ്ങൾ തീർച്ചയായും ഉണ്ടാകും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഭാരതത്തിനെതിരെ എന്ത് പറയുവാൻ, അടിക്കാനൊരു വടി കിട്ടിയാൽ ഏത് വടിയും ഉപയോഗിക്കാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി, എന്നെങ്കിലും ഞാൻ പ്രധാനമന്ത്രിയാകുമെന്നുള്ള ആർത്തിയോടുകൂടി കഴിയുന്നൊരു പ്രതിപക്ഷ നേതാവുള്ളപ്പോൾ, അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാരായി പലരും രാജ്യവിരുദ്ധ ശക്തികൾ പലരും ഉള്ളപ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് എന്നുള്ളത് BJP വൃത്തങ്ങളിൽ തന്നെ അഭിപ്രായമുണ്ട്. അത്തരത്തിലുള്ളൊരു അതിസൂക്ഷ്മതയോടുകൂടി തന്നെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആകട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ, മറ്റ് സൈനിക വിദഗ്ധരാകട്ടെ ഈ വിഷയത്തിൽ ഇടപെടുന്നതും തീരുമാനമെടുക്കുന്നതും എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും അഴിമതി ആരോപണങ്ങളും ഇത് ശരിയല്ല, അദാനിയെ സമ്പന്നനാക്കാനാണ് ഇത്തരത്തിലുള്ള നടപടികൾ തുടങ്ങിയ ആരോപണങ്ങൾ തീർച്ചയായും ഉയർന്നു വരും. അത് ഉയർന്നു വരുന്ന ഇതിൽ നമുക്ക് സബ്ജക്റ്റ് ടു സബ്ജക്റ്റ് വിഷയാധിഷ്ഠിതമായി ആ വിഷയങ്ങൾ വിശകലനം ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വിശകലനം ചെയ്താൽ ഭാരതം പ്രതിരോധ രംഗത്ത്, പ്രത്യേകിച്ച് മിസൈലുകളുടെ കാര്യത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്താനൊരുങ്ങുകയാണ്. ഒരുപക്ഷെ ലോകം ഇന്നോളം കണ്ടിട്ടില്ലാത്തൊരു ശക്തിയായി ഭാരതം വളർന്നു വരുവാനുള്ള യാത്രയുടെ ആദ്യ ചുവടുവെപ്പാമിത്. കാരണം ചൈനീസിലൊരു പഴഞ്ചൊല്ലുണ്ട്, അതിനെ ഒന്ന് തർജ്ജിമ ചെയ്തു കഴിഞ്ഞാൽ 1000 മൈലുകൾ നീളുന്നൊരു യാത്രയുടെ തുടക്കം ആദ്യ ചുവടിൽ നിന്നാണ് എന്ന് പറയാറുണ്ട്. ജേർണി ഓഫ് 1000 miles ബിഗിൻസ് വിത്ത് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ആംഗലേയ തർജ്ജിമ. ചൈനീസ് ഭാഷ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല, അല്ലാതെ എനിക്കറിയാത്തത് കൊണ്ടല്ല. അപ്പോൾ ഈ വിഷയത്തിൽ ആദ്യ ചുവട് ഭാരതം എടുത്തിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് ഈ വിഷയത്തെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുവാൻ. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും തമ്മിലുള്ള നിങ്ങളുടെ മനസ്സിലുള്ളൊരു സംഘട്ടനമുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവയ്ക്കുക. യോജിപ്പാകാം, വിയോജിപ്പാകാം. മാന്യമായ സഭ്യമായ ഭാഷയിൽ അവ പങ്കുവയ്ക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.